വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിലൊരു വലിയ അനുഗ്രഹമായി മാറട്ടെ. ഇതുവരെയുള്ള 100 കണക്കിന് എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്ത എല്ലാവരോടും നന്ദി പറയുന്നു. പതിവായി എല്ലാ ദിവസവും മുടങ്ങാതെ ബ്ലെസ്സിങ് ടുഡേ കാണുന്നവരെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കാം. കർത്താവേ, മലപ്പുറത്തു നിന്നുള്ള VP നാരായണന് വേണ്ടി പ്രാർത്ഥിക്കുന്ന തന്നെയും തൻ്റെ ഭാര്യയെയും കർത്താവെ, മുട്ടുകാലിൻ്റെ വേദനയിൽ നിന്ന് പരിപൂർണ സൗഖ്യം നൽകി അങ്ങ് അനുഗ്രഹിക്കണമേ. മാത്രമല്ല, ബിസിനസ്സിലൊരു വലിയ വളർച്ച അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇടുക്കിയിൽ നിന്നുള്ള ജോസഫ് മാത്യുവിനായി പ്രാർത്ഥിക്കുന്നു. തൻ്റെ മകൻ നല്ലൊരു ജോലി നൽകണമേ. കുടുംബത്തിലെല്ലാവരുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മൈസൂരിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇതുവരെ അങ്ങ് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. മാത്രമല്ല, അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാവി ഉണ്ടാകേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ന്യൂയോർക്കിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ സഹോദരിയുടെ ഭർത്താവിനെ മദ്യപാനത്തിൽ നിന്ന് പരിപൂർണമായി വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വളരെ സമാധാനമുള്ളൊരു ജീവിതം അങ്ങ് നൽകണമേ. കുമ്പനാട് നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ സഹോദരിയുടെ കൊച്ചുമകൾക്ക് വളരെ സന്തോഷകരമായ ഒരു വിവാഹ ജീവിതം അങ്ങ് നൽകണമേ എന്ന് ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. അതുപോലെ കർത്താവെ, കല്ലടയിൽ നിന്നുള്ള കുഞ്ഞുമോനും ശോശാമയ്ക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശോശാമയുടെ നടുവേദന പൂർണ്ണമായും കർത്താവ് സൗഖ്യമാക്കണമേ. ഒരു കുഞ്ഞുണ്ടാകുവാൻ വേണ്ടി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ഒമാനിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ ദാമ്പത്യ ജീവിതത്തെ ധാരാളമായി അങ്ങ് അനുഗ്രഹിക്കുകയും ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരും ചേർന്ന് ഇന്നത്തെ ഓരോ സ്പോൺസറേയും കർത്താവെ തിരുനാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ പൂനായി ആഗസ്റ്റ് 6 വ്യാഴം. ജ്യോതിബ മംഗൾ കാര്യാലയ, വിജയ് നഗർ, കലവാടി, പിംപ്രി, പൂനെ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ അന്തേരി, മുംബൈ ആഗസ്റ്റ് 7 വെള്ളി. കനോസ സ്കൂൾ, മഹാകാളി കേവ്സ് റോഡ്, അന്തേരി ഈസ്റ്റ്, മുംബൈ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കല്യാൺ, മുംബൈ ആഗസ്റ്റ് 8 ശനി. സനേ മംഗൾ കാര്യാലയ, സുന്ദര പ്ലാസ, ബേൽ ബസാർ, കല്യാൺ വെസ്റ്റ്. സഹോദരിയുടെ പേര് ഷിനി എന്നാണ്. കാട്ടാക്കടയിൽ നിന്ന് തന്നെയാണ് വരുന്നത്. ഈ സഹോദരി കഴിഞ്ഞ ജനുവരി 3-ാം തീയതി ഇവിടെ വന്ന് ബ്ലെസ്സിംഗ് ഫെസ്റ്റ് വന്നപ്പോൾ സാക്ഷ്യം പറഞ്ഞതാണ്. തൻ്റെ ബ്ലീഡിങ് യേശു സൗഖ്യമാക്കിയൊരു സാക്ഷ്യം നമ്മൾ കേട്ടു. അന്ന് ബ്രദർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഇനിയും ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുടെ ഭവനത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ഈ സഹോദരിക്ക് അന്ന് മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്ന രോഗം കൂടി ഉണ്ടായിരുന്നു. പക്ഷെ അത് അന്ന് സൗഖ്യമായിരുന്നില്ല. ബ്ലീഡിംഗ് ആണ് ദൈവം സൗഖ്യമാക്കിയത്. അതിനുശേഷം തൻ്റെ മൂക്കിൽ നിന്ന് 2 വർഷമായി ഏകദേശം തൻ്റെ മൂക്കിൽ നിന്ന് ഇങ്ങനെ സ്ഥിരമായിട്ട് ബ്ലഡ് വന്നുകൊണ്ടിരുന്നു. ഹോസ്പിറ്റലിൽ കാണിച്ചതിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മരുന്ന് കഴിക്കുമ്പോൾ കുറയും, പക്ഷേ പിന്നീടും അത് വന്നുകൊണ്ടിരിക്കും. ഈ സഹോദരിക്ക് ഒരു തലയ്ക്ക് ക്ഷതമേറ്റിരുന്നു പണ്ട്. അതിൻ്റെ ഒരു ഇതാണ് മൂക്കിൽ നിന്ന് ഇങ്ങനെ തുടരെ ബ്ലഡ് വരുന്നത്. ഈ സഹോദരി വല്ലാതെ ഭാരപ്പെട്ടുകൊണ്ടിരുന്നു, പ്രയാസപ്പെട്ടുകൊണ്ടിരുന്നു. എന്നാൽ നമ്മുടെ എറണാകുളത്തുള്ള ബ്ലെസ്സിംഗ് സെൻറ്റർ കോൾ സെൻറ്ററിലേക്ക് എല്ലാ ദിവസവും വിളിച്ച് പ്രാർത്ഥിക്കും. ലാസ്റ്റ് പ്രാർത്ഥിച്ചിട്ടും ഈ രോഗം സൗഖ്യമാകാത്തത് കാരണം ഈ സഹോദരി കഴിഞ്ഞ ഫെബ്രുവരി 18-ാം തീയതി ആ സിസ്റ്റർ അവിടെ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട, ഇനി ഞാൻ മരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. കാരണം എനിക്ക് തലവേദന കൊണ്ട് ഞാൻ സഹിച്ചു, പുറത്തിറങ്ങാൻ പറ്റത്തില്ല. വെയിൽ കൊണ്ടുകഴിയുമ്പോൾ തൻ്റെ തലവേദന കൂടുകയും പുറത്തിറങ്ങിയാൽ ബ്ലഡ് ശക്തമായിട്ട് വന്നുകൊണ്ടിരിക്കും.
പക്ഷെ ചെക്ക് ചെയ്യുമ്പോഴൊന്നും കാണുന്നില്ല. അപ്പോൾ ആ സഹോദരി പറഞ്ഞു, എനിക്കിനി സഹോദരി പ്രാർത്ഥിക്കേണ്ട, ഞാൻ എത്രയും വേഗം ഒന്ന് മരിച്ചാൽ മതി എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ സഹോദരി പറഞ്ഞു, ഇന്നത്തെ പ്രാർത്ഥനയിൽ സഹോദരി സൗഖ്യമാകും. ഞാൻ മരണത്തിന് വേണ്ടിയിട്ടല്ല, സൗഖ്യമാക്കുന്ന യേശുവിൻ്റെ നാമത്തിലാണ് ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്. ഇന്ന് തന്നെ അത് മാറുമെന്ന് പറഞ്ഞു. ഫെബ്രുവരി 18-ാം തീയതി അവിടെ ഇരുന്ന് സഹോദരി പ്രാർത്ഥിച്ചു. അത്ഭുതകരമായി ദൈവം തന്നെ സ്പർശിക്കുകയും ഫെബ്രുവരി 18-ന് ശേഷം തൻ്റെ മൂക്കിൽ നിന്ന് ഒരു തുള്ളി ബ്ലഡ് പോലും ഇതുവരെ വന്നിട്ടില്ല. മാത്രമല്ല ശക്തമായി 2 വർഷമായി ഉണ്ടായിരുന്ന തലവേദന ദൈവം സൗഖ്യമാക്കി. ഇപ്പോൾ സഹോദരി പറഞ്ഞു, ഞാനിപ്പോൾ പൂർണ്ണ സൗഖ്യം, ഈ 3-4 മാസമായി പൂർണ്ണ സൗഖ്യം താൻ ശരീരത്തിൽ തിരിച്ചറിയുകയാണ്. തനിക്ക് പുറത്തിറങ്ങാം, ജോലികൾ ചെയ്യാം, മറ്റൊരു കുഴപ്പവുമില്ല, യാതൊരു പ്രശ്നവുമില്ലാതെ യേശു തന്നെ സൗഖ്യമാക്കി എന്നാണ് ഈ സഹോദരി പറയുന്നത്. സിസ്റ്ററിന്റെ വാക്കുകളിൽ കൂടെ കേൾക്കട്ടെ, എന്താണ് ആ സൗഖ്യത്തിന് ശേഷമുള്ള വ്യത്യാസം എന്ന് പറയാമോ? എനിക്ക് 2 വർഷം കൊണ്ടുണ്ടായതാണ്. പക്ഷെ എനിക്ക് അന്ന് ഞാനിവിടെ സാക്ഷി പറഞ്ഞപ്പോൾ എന്നോട് ബ്രദർ പറഞ്ഞു, എൻ്റെ തലയിൽ കൈവച്ചിട്ട് സഹോദരിയുടെ ജീവിതത്തിൽ ഇനി ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സാക്ഷി മാത്രമല്ല, ഇനി ഈ വർഷം ഫുള്ള് സാക്ഷി പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് ജനുവരി 3-ാം തീയതി ഇവിടെ വെച്ച് എന്നോട് ബ്രദർ പറഞ്ഞു. സിസ്റ്ററെ, സാക്ഷ്യം ഇപ്പോൾ ഇത് പറഞ്ഞു ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സാക്ഷ്യം പറയുന്നത്? ഇവിടെ ആദ്യമായിട്ടാണ് പറയുന്നത്. കർത്താവ് പറയുന്നത് തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇനിയും കുറേ വിടുതലുകൾ പുറകെ വരുന്നുണ്ട്. എന്തിലൊക്കെയോ വിടുതലുകൾ വരുന്നുണ്ട്, കുടുംബത്തിൽ വിടുതലുകൾ വരുന്നുണ്ട്. പക്ഷെ ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രതീക്ഷിക്കാത്ത നന്മകളും സന്തോഷവും സമാധാനവും ഒക്കെ എനിക്ക് ദൈവം തന്നു. എൻ്റെ രോഗങ്ങൾ ഒരുപാട് കുറഞ്ഞു. എൻ്റെ കാല് പ്രശ്നം അങ്ങനെ ഒത്തിരി ഉണ്ടായിരുന്നു. ഈ മൂക്കിലുള്ള ആ പ്രയാസം ഉണ്ടായിരുന്നല്ലോ, മൂക്കിൽ നിന്ന് ബ്ലഡ്, എനിക്ക് വെയിൽ കൊണ്ടാണെങ്കിൽ ബ്ലഡ് ഉടനെ നൂല് പോലെ ഇങ്ങനെ പൊട്ടി വന്നുകൊണ്ടിരിക്കും. ഭയങ്കര തലവേദനയായിരിക്കും, യാത്ര ചെയ്യാൻ പറ്റൂല. അലോപ്പതിയിൽ കാണിച്ചപ്പം പറഞ്ഞു തലച്ചോറിൽ ക്ഷതമേറ്റ് ബ്ലഡ് ബ്ലോക്കായി നിൽക്കണമെന്ന്. ആയുർവേദത്തിൽ പോയപ്പം അവർ പറഞ്ഞ് സ്കാൻ ചെയ്യണം, MRI സ്കാൻ ചെയ്യണം. എൻ്റെ കയ്യിൽ 1 രൂപ പോലും ഇല്ലാത്തൊരവസ്ഥ. പക്ഷേ ദൈവം എനിക്ക് അവിടെയും കാശ് ആരിലൂടെയൊക്കെ കൊണ്ടെത്തിച്ചു. സ്കാൻ ചെയ്തപ്പോൾ അതിൽ ഞാൻ ഈ സ്കാൻ ചെയ്യാൻ പോകുന്നതിൻ്റെ തലേ ദിവസമൊക്കെ ഞാൻ വിളിക്കുകയാണ്, എന്നും വിളിക്കും. ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴൊക്കെ ഞാൻ പ്രേ ഹോൾ സെൻ്ററിൽ വിളിക്കും. അപ്പം ഞാൻ വീട്ടിലായിരിക്കുന്ന സമയങ്ങളിൽ എന്നും TV പ്രോഗ്രാം കാണും, ബ്രദറിൻ്റെ പ്രാർത്ഥന, അപ്പോഴൊക്കെ പ്രാർത്ഥിക്കും, എൻ്റെ രോഗം ദൈവമേ എല്ലാവർക്കും സൗഖ്യം കൊടുക്കണം, എനിക്കും സൗഖ്യം വേണം, ഞാൻ ദൈവത്തെ അറിയണം, എനിക്ക് വേണമെന്നുള്ള വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിക്കും. അന്ന് MRI സ്കാൻ ചെയ്യാൻ പോകുന്നതിൻ്റെ തലേ ദിവസം എനിക്ക് ഒട്ടും വയ്യ. അന്നാണ് ഞാൻ കോൾ സെൻ്ററിൽ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് മരണത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും, എനിക്കിനി കഴിയണില്ല, കാരണം എന്നെ കൊണ്ട് പറ്റില്ല, തലവേദന, എനിക്ക് സ്വയം വെട്ടിയെടുത്ത് കളയേണ്ട ഒരു അവസ്ഥയിൽ ഞാൻ അന്ന് ഞാൻ ഇതുപോലെ വിളിച്ചു പറഞ്ഞു. അപ്പം എന്നോട് സിസ്റ്റർ പറഞ്ഞു, നിങ്ങളുടെ മരണത്തിന് വേണ്ടിയിട്ടല്ല, ദൈവം തന്ന ആയുസ് ദൈവം എടുക്കും, നിങ്ങൾ ഒരിക്കലും മരണം ചോദിക്കരുത്, ആയുസ് ചോദിക്കുക, ദൈവത്തോട് പൂർണ്ണമായിട്ട് ആയുസ് ചോദിക്കാൻ പറഞ്ഞു. ഞാൻ അന്ന് ആ വിശ്വാസത്തോടെ പിറ്റേന്ന് ഞാൻ സ്കാൻ ചെയ്ത് MRI സ്കാൻ ചെയ്ത് തിരിച്ച് ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പം പറഞ്ഞു, നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല, നിങ്ങൾക്ക് രോഗമില്ല, സൈനസ് എന്ന് പറയുന്ന ചെറിയൊരു പ്രശ്നം. ഞാൻ പറഞ്ഞു അതും ഇല്ലല്ല ഡോക്ടർ എന്ന്. തിരിച്ച് പെട്ടെന്ന് എൻ്റെ നാവിൽ നിന്ന് വന്നു. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു കുറച്ച് ദിവസം കൂടി കിടക്കാൻ. ഞാൻ പറഞ്ഞു വേണ്ട, എനിക്കിത് ഡിസ്ചാർജ് വേണം. ഞാൻ ചോദിച്ച് വീട്ടിൽ വന്നു. പിറ്റെന്നുള്ള ബ്ലെസ്സിങ് സെൻറ്ററിലേക്ക്, ഈ പ്രെയർ ഹോൾ സെൻറ്ററിൽ ഞാൻ വിളിച്ച് ഞാൻ എൻ്റെ രോഗസൗഖ്യം പറയണം. അതിൻ്റെ പിറ്റേന്ന് ഇതുപോലെ ബ്രദർ TV യിൽ കൂടി പറയുന്നു, സൈനസിൻ്റെ പ്രശ്നത്താൽ വളരെയധികം വേദനയിലായിരിക്കുന്നു, നിങ്ങൾക്കൊന്നും ഒരു രോഗമില്ല എന്നുള്ള വിശ്വാസത്തോടെ ദൈവം തന്നെ സൗഖ്യം സന്തോഷത്തോടെ സ്വീകരിക്കാൻ. ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് തലവേദന വന്നിട്ടില്ല, എൻ്റെ മൂക്കിൽ നിന്ന് ഒരു തുള്ളി രക്തം പോലും വന്നിട്ടില്ല. എൻ്റെ ദൈവം എനിക്ക് സൗഖ്യം തന്നു. കൈകൾ ഉയർത്തി യേശുവിന് നന്ദി പറഞ്ഞാൽ. ഈ വരുന്ന ഓഗസ്റ്റ് 14-ാം തീയതി സുപ്രധാനമായ ഒരു ദിവസമാണ്. അന്നാണ് നമ്മുടെ ഹാപ്പി ഹോംസ് ഫാമിലി കോൺഫറൻസ് കൊച്ചിൻ ബ്ലെസ്സിങ് സെൻറ്ററിൽ വെച്ച് നടക്കാൻ പോകുന്നത്. നേരത്തെ അനൗൺസ് ചെയ്തത് ഇപ്പോഴേ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അന്നൊരു അവധി ദിവസമാണ്. അതുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാർ നേരത്തെ തന്നെ പേരുകൾ രജിസ്റ്റർ ചെയ്യുക, ഇപ്പോഴേ പ്രാർത്ഥിക്കുക, തയ്യാറാകുക. നിങ്ങളെയും ജീവിത പങ്കാളിയെയും മക്കളെയും കുടുംബത്തോട് ബന്ധപ്പെട്ട സകലത്തെയും അന്നത്തെ ദിവസം കർത്താവ് അനുഗ്രഹിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ എവിടെയാണെങ്കിലും എത്ര ദൂരെയാണെങ്കിലും ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുക, എല്ലാ കാര്യങ്ങളും ഇപ്പോഴേ ക്രമീകരിക്കുക. കുടുംബത്തിന് വേണ്ടി ഒരു ദിവസം മാറ്റിവെക്കുമെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ കുടുംബത്തെ മാത്രമല്ല, ഇനിയുള്ള നമ്മുടെ തലമുറകളെയും കർത്താവ് അനുഗ്രഹിക്കും. ബൈബിൾ പറയുന്നു, ദൈവസന്നിധിയിൽ ചെലവിടുന്ന ഒരു ദിവസം വേറെ 1000 ദിവസങ്ങളേക്കാൾ, എന്ന് വെച്ചാൽ ഏകദേശം 3 വർഷത്തിലപ്പുറം, അതിനേക്കാൾ പ്രധാനമാണ് ദൈവസന്നിധിയിൽ ചെലവഴിക്കുന്ന ഒരു ദിവസം. അതുകൊണ്ട് തീർച്ചയായും കുടുംബങ്ങൾ പണിയപ്പെടുവാൻ വേണ്ടി പരിശുദ്ധാത്മാവ്, യേശു കർത്താവ്, പിതാവായ ദൈവം ചേർന്ന്
കുടുംബം പണിയപ്പെടുവാൻ യു ആർ വെൽക്കം ടു ഹാപ്പി ഹോംസ് ഫാമിലി കോൺഫറൻസ്. വിവാഹിതരായ എല്ലാവർക്കും വേണ്ടി ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്നു ഹാപ്പി ഹോംസ് ഫാമിലി കോൺഫറൻസ്. All the husbands should be great givers, just like Jesus is the supreme giver. എല്ലാ ഭാര്യമാരും വീടിനെ പണിയുന്ന കാര്യത്തിൽ പ്രത്യേകമായ നൈപുണ്യമുള്ളവരായിരിക്കണം. ആഗസ്റ്റ് 14 വെള്ളിയാഴ്ച രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെ കൊച്ചി ബ്ലെസ്സിംഗ് സെന്ററിൽ വെച്ച്. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ദമ്പതിമാർ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്ക് Colossians chapter number 1 and verse number 10. നമ്മൾ ഇനി അടുത്തത് വായിക്കാൻ പോകുന്ന കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യമാണ്. It reads, so that you may live a life worthy of the Lord and please Him in every way, bearing fruit in every good work, growing in the knowledge of God. നിങ്ങൾ എല്ലാ വിവേകത്തോടും ആത്മീക ജ്ഞാനത്തോടും കൂടെ ദൈവഹിതത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞവരാകണമെന്നും എല്ലാ കാര്യത്തിലും കർത്താവിനെ പ്രസാദിപ്പിച്ചും കൊണ്ട് അവിടത്തേക്ക് യോഗ്യമാം വിധം നടന്നും സകല സൽപ്രവർത്തികളിലും ഫലം കായ്ച്ചും ദൈവിക പരിജ്ഞാനത്തിൽ വളരണമെന്നും ഞാൻ ആഗ്രഹിക്കുകയാണ്. It's a long verse. അത് വളരെ നീളമുള്ളൊരു വാക്യമാണ്. But I will give you the simple principle. അതിൽ നിന്നുള്ള വളരെ ലളിതമായൊരു തത്വം ഞാൻ നിങ്ങളോട് പറയാൻ പോവുകയാണ്. How can we please God? എങ്ങനെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയും? By living a life worthy of the Lord. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ദൈവത്തിന് യോഗ്യമാവണ്ണം നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയും. So this verse is mentioning a life that we should live which will be worthy of the Lord. ഈ വാക്യം നമ്മളോട് പറയുന്നത് ദൈവത്തിന് യോഗ്യമാം വിധം നമ്മൾ നമ്മുടെ ജീവിതം നയിക്കുന്നതിനെ പറ്റിയാണ്. Because we are all called the children of God. നമ്മളെല്ലാവരും വിളിക്കപ്പെടുന്നത് ദൈവത്തിന്റെ മക്കൾ എന്നാണ്. Lift your right hand. നിങ്ങളുടെ വലത്തെ കരം ഉയർത്തിപ്പിടിച്ചാൽ Everybody say, I am a child of God. എല്ലാവരും ശബ്ദം ഉയർത്തി പറഞ്ഞാൽ ഞാൻ ദൈവത്തിന്റെ പൈതലാണ്. Again. ഞാൻ ദൈവത്തിന്റെ പൈതലാണ്. That is a great privilege and honor. അത് നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ സൗഭാഗ്യമായ കാര്യമാണ്. So we have to live a life worthy of what we are confessing. നമ്മൾ അങ്ങനെ വിളിച്ചു പറഞ്ഞ അതിനനുസരിച്ച് ജീവിക്കുവാൻ വേണ്ടി നമ്മൾ തുനിയേണ്ടതാണ്. Hallelujah. Hallelujah. And when we live a life honoring our Father in heaven, that is a life worthy of the Lord. നമ്മൾ അതുപോലെ നമ്മുടെ സ്വർഗത്തിലെ പിതാവിന് പ്രസാദകര യോഗ്യമായ വണ്ണം നമ്മൾ ജീവിക്കുന്നതാണെങ്കിൽ ആ നമ്മുടെ ജീവിത രീതി ദൈവികമായ പ്രസാദം നമ്മളിലേക്ക് കൊണ്ടുവരുന്നതാണ്. The same verse says, when we live like that, we will bear fruit in every good work. ആ വാക്യം നമ്മൾ വായിക്കുമ്പോൾ കാണാം അങ്ങനെ സകല സൽപ്രവർത്തികളിലും ഫലം കായ്ച്ച് ദൈവിക പരിജ്ഞാനത്തിൽ വളരണം. When we live as a child of God, നമ്മൾ ദൈവത്തിന്റെ മക്കളായി ജീവിക്കുമ്പോൾ automatically we will be doing some good works. നമ്മൾ സ്വാഭാവികമായി ചില നല്ല പ്രവൃത്തികൾ അതിന്റെ കൂടെ ചെയ്യുന്നതാണ്. Hallelujah. Hallelujah. Now we are going to move to 1 Thessalonians. ഈ സമയത്ത് നമ്മൾ 1 തെസ്സലോനിക്ക എഴുതിയ ലേഖനത്തിലേക്ക് പോവുകയാണ്. Chapter number 4. അതിന്റെ 4-ാമത്തെ വാക്യം. Verse number 1. അതിന്റെ 1-ാമത്തെ വാക്യം. As for other matters, brothers and sisters, we instructed you how to live in order to please God, as in fact you are living. Now we ask you and urge you in the Lord Jesus to do this more and more. ഒടുവിൽ സഹോദരരെ, നിങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ തക്കവണ്ണം ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് ഞങ്ങളിൽ നിന്ന് പഠിച്ചതുപോലെ ഇപ്പോൾ ജീവിച്ചു പോരുന്നുവല്ലോ. അതിൽ നിങ്ങൾ അധികം വർദ്ധിച്ചു വരണമെന്ന് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നു. Now Paul is writing to a special class of people in a place called Thessalonica.
ഈ തെസ്സലോനിയ എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു പ്രത്യേക തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടി പൗലോസ് ഇപ്പോൾ ഒരു കത്ത് എഴുതുകയാണ്. And he is saying, you have to live a life in such a way that your life will please God. ഇവിടെ പൗലോസ് പറയുകയാണ്, ദൈവത്തിന് പ്രസാദകരമായ ഒരു ജീവിതം, അങ്ങനെയുള്ളൊരു ജീവിതം നിങ്ങൾ ജീവിക്കണം. When you live like that, that will bring down his pleasure. അങ്ങനെ നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവികമായ പ്രസാദത്തെ കൊണ്ടുവരുന്നതാണ്. And finally, we are going to read one more verse. അവസാനമായി നമ്മൾ ഒരു വാക്യം കൂടെ വായിക്കാൻ പോവുകയാണ്. Hebrews chapter number 13 എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം and verse number 16. അതിന്റെ 16-ാമത്തെ വാക്യം. Write it down. അത് നിങ്ങൾ എഴുതിയെടുക്കുക. This is very important. അത് വളരെ പ്രധാനപ്പെട്ട ഒരു And do കാര്യമാണ്. not forget to do good and to share with others, for with such sacrifices God is pleased. നന്മ ചെയ്യുവാനും നിങ്ങൾക്കുള്ളത് മറ്റുള്ളവരുമായി പങ്കുവെക്കുവാനും മറക്കരുത്. Yes. ഈ വിധ യാഗങ്ങളിലാണ് ദൈവം പ്രസാദിക്കുന്നത്. So finally, we have to do some works, some deeds in helping others, and in those activities God will be pleased with us. അവസാനമായി നമ്മൾ കാണുന്നത് ഇപ്രകാരമാണ്, നമ്മൾ ചില നല്ല പ്രവൃത്തികൾക്ക്, മറ്റുള്ളവർക്ക് അനുഗ്രഹമായ ചില നല്ല പ്രവൃത്തികൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചെയ്യുന്ന ആ നല്ല പ്രവൃത്തികൾ, സൽപ്രവൃത്തികൾ ദൈവത്തിൽ നിന്നുള്ള പ്രസാദം നമ്മളിലേക്ക് കൊണ്ടുവരുന്നതാണ്. These good deeds are mentioned here as sacrifices that God pleases with. ഈ നല്ല പ്രവൃത്തികൾ ഇവിടെ കാണപ്പെടുന്ന ഇപ്രകാരമാണ്, ദൈവം പ്രസാദിക്കുന്ന യാഗങ്ങളായിട്ടാണ്. Hallelujah. ഹല്ലേലൂയ. So after knowing God and after knowing his will and his command, when we do good deeds, that will bring honor to him. നമ്മൾ ദൈവത്തെ അറിഞ്ഞതിന് ശേഷം, ദൈവത്തിന്റെ ഇഷ്ടം, ദൈവത്തിന്റെ ഹിതം ഏതെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം, നമ്മൾ നല്ല സൽപ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ ആ സൽപ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ പ്രസാദത്തെ കൊണ്ടുവരുന്നതാണ്. And in conclusion, I want to tell you something very important. അവസാനമായി ഞാൻ നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയട്ടെ. When we please God നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കുമ്പോൾ, by doing his will, ദൈവത്തിന്റെ ഹിതം ചെയ്തുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുമ്പോൾ, obeying his command, ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് പ്രസാദിപ്പിക്കുമ്പോൾ, and living a life worthy of him, ദൈവത്തിന് യോഗ്യമാം വിധം നമ്മൾ ജീവിക്കുമ്പോൾ, sharing with the poor people, മറ്റുള്ള പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി നമുക്കുള്ളത് നമ്മൾ പങ്കുവെക്കുമ്പോൾ, his pleasure will come upon us, ദൈവത്തിന്റെ പ്രസാദം നമ്മളിലേക്ക് വന്നു ചേരുന്നതാണ്. and that will bring his favor upon us. അത് ദൈവത്തിന്റെ പ്രസാദം നമ്മളിലേക്ക് കൊണ്ടുവരുന്നതാണ്. Can I tell you something? ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. When we have such pleasure and favor on us, even sometimes without praying for a specific thing, everything will be falling on us as a shower of blessing. നമ്മുടെ ജീവിതത്തിൽ അതുപോലെയുള്ള ദൈവത്തിൻ്റെ പ്രസാദവും ദൈവത്തിൻ്റെ കൃപയും നമ്മുടെ മേൽ വരുമ്പോൾ, ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ, ചില സമയങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കാത്ത സമയങ്ങളിൽ പോലും ദൈവികമായ പല അനുഗ്രഹങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കർത്താവ് കൊണ്ടുവന്നു തരുന്നതാണ്. Even without begging or pleading, because of God's pleasure upon us, things will start happening in our lives. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒത്തിരി യാചിക്കാതെ, ഒത്തിരി കഷ്ടപ്പെടാതെ, അങ്ങനെ പോലും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒത്തിരി ബെഗ് ചെയ്യാതെ ഇരിക്കുമ്പോൾ അതുപോലും വളരെ വേഗത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾക്കുള്ള ഉത്തരം കർത്താവ് നിങ്ങൾക്ക് തരുന്നതാണ്. How many of you take that decision to please God today? ഇന്ന് എത്ര പേർ ഈ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി ഒരു ഹൃദയത്തിൽ ഒരു തീരുമാനമെടുക്കുന്ന ആളുകളുണ്ട്? Lift your hands. നിങ്ങളുടെ കൈകൾ രണ്ടും ഉയർത്തി പിടിച്ചാലും. Hallelujah. ഹല്ലേലൂയ. The Holy Spirit gives me an impression today. ഇന്ന് പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ ഒരു കാര്യം പറയുകയാണ്. The moment you took that decision today, ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ആ തീരുമാനം ഏറ്റെടുത്ത ആ സമയം മുതൽ to please the Lord, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടി, from that moment, ആ സമയം മുതൽ breakthroughs are coming. നിങ്ങളുടെ ജീവിതത്തിൽ പല വിടുതലുകളും വന്നുകൊണ്ടിരിക്കുകയാണ്. Great deliverances are coming. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ വിടുതലുകൾ, അത്ഭുതങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്.
വന്നുകൊണ്ടിരിക്കുകയാണ്. Healings are coming. ചിലർ വലിയ രോഗസൗഖ്യങ്ങൾ കർത്താവ് നിങ്ങളുടെ മേൽ പകരുകയാണ്. Hallelujah. Hallelujah. The pleasure of the Lord is coming on you. എല്ലാവരും കൈകൾ അടിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നാൽ ദൈവത്തിന്റെ പ്രസാദം നിങ്ങളിലേക്ക് കർത്താവ് പകർന്നുകൊണ്ടിരിക്കുകയാണ്. Open your mouths and shout hallelujahs to the Lord. കൈകൾ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, ശക്തമായി കൈകൾ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വായ് തുറന്ന് ഹല്ലേലൂയ സ്തോത്രങ്ങൾ, സ്തുതികൾ ദൈവത്തിന്റെ സന്നിധിയിൽ എല്ലാവരും കരയറ്റാൻ തുടങ്ങിയാലും. Thank you, Jesus. ഈ വരുന്ന ഓഗസ്റ്റ് 15-ാം തീയതി സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മൾ അതൊരു പ്രാർത്ഥനാ ദിനമായി ആചരിക്കുകയാണ്. കഴിഞ്ഞ വർഷം നടത്തപ്പെട്ട ബ്ലെസ്സിങ് ടുഡേ പ്രേയർ ഡേയിൽ ശുശ്രൂഷകർക്ക് മാത്രമേ പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഈ വർഷം ദിസ് ഈസ് ഓപ്പൺ. എനിവൺ ഹൂ ബിലീവ്സ് ഇൻ പ്രേയർ ക്യാൻ കം ആൻഡ് പാർട്ടിസിപ്പേറ്റ്. ആർക്ക് വേണേലും പ്രാർത്ഥനയിൽ വിശ്വാസമുള്ള, പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ള എല്ലാവർക്കും വരാം. രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെ പ്രേയർ. നമ്മൾ ദൈവത്തെ പാടി സ്തുതിക്കും. പക്ഷേ most of the time we will be praying. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ നേരത്തെ തന്നെ അയക്കുക. ലെറ്റർ അയക്കാം, ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ ഫോണിൽ പ്രേയർ കോൾ സെൻറ്ററിലെ നമ്പറിൽ വിളിച്ച് അറിയിക്കാം. എന്നാൽ എല്ലാറ്റിലുപരിയായി ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കണമോ, നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിനോ, നിങ്ങളും ഭാര്യയും നിങ്ങളുടെ കുട്ടികൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്ന അവരുടെ ഫോട്ടോ, ഫാമിലി ഫോട്ടോയാകാം. ഒരു പെൺകുട്ടിയുടെ വിവാഹം നടക്കണം, അവളുടെ ഫോട്ടോ. ഒരു യുവാവിൻ്റെ വിവാഹം നടക്കണം, ഫോട്ടോ. ചിലരൊക്കെ യേശുവിനെ അറിയണം, യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. അവരുടെ എല്ലാ ഫോട്ടോകൾ നേരത്തെ തന്നെ അയക്കുക. ആ ഫോട്ടോകളിൽ കൈവച്ച് അന്നത്തെ ദിവസം എല്ലാവരും ചേർന്ന് വന്നു ചേരുന്ന ആയിരങ്ങൾ ഒരുമിച്ച് ചേർന്ന് അന്ന് പ്രാർത്ഥിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. ദിസ് ഓഗസ്റ്റ് 15th the Lord's hands will be moving in a different dimension altogether. I am really excited. മാത്രമല്ല, നിങ്ങളെ വ്യക്തിപരമായി നിങ്ങളുടെ അടുക്കൽ വന്ന്, നിങ്ങളുടെ വീട്ടിൽ വന്ന് ക്ഷണിക്കുകയാണ്. ഈ പ്രാർത്ഥനാ ദിനത്തിൽ വരണം, അനുഗ്രഹം പ്രാപിക്കണം. ബ്ലെസ്സിംഗ് ടുഡേ പ്രാർത്ഥനാ ദിനം ആഗസ്റ്റ് 15 ശനിയാഴ്ച രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെ കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്ററിൽ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കുമെന്ന വിശ്വാസത്തോടെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുക. പ്രാർത്ഥനാ വിഷയങ്ങൾ കത്തുകളായോ ഇമെയിലായോ ഫോണിലൂടെയോ അറിയിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ പൂനായി ആഗസ്റ്റ് 6 വ്യാഴം. ജ്യോതിബ മംഗൾ കാര്യാലയ, വിജയ് നഗർ, കലവാടി, പിംപ്രി, പൂനെ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ അന്തേരി, മുംബൈ ആഗസ്റ്റ് 7 വെള്ളി. കനോസ സ്കൂൾ, മഹാകാളി കേവ്സ് റോഡ്, അന്തേരി ഈസ്റ്റ്, മുംബൈ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കല്യാൺ, മുംബൈ ആഗസ്റ്റ് 8 ശനി. സനേ മംഗൾ കാര്യാലയ, സുന്ദര പ്ലാസ, ബേൽ ബസാർ, കല്യാൺ വെസ്റ്റ്. നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. രക്തത്തിൽ ക്യാൻസർ വന്നൊരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കും ഇൻ ജീസസ് നെയിം. അതുപോലെ വിവിധ രീതിയിൽ ശ്വാസകോശങ്ങളിൽ ഏത് അവയവത്തിലായിരുന്നാലും കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ളവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ആർത്രൈറ്റിസ്, സന്ധിവാദം ബാധിച്ചവരെ, ആമവാദം എന്നൊക്കെ പറയുന്നത് യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. വിവിധ രീതിയിലുള്ള വാദ സംബന്ധമായ രോഗങ്ങൾ സൗഖ്യമാകട്ടെ ഇൻ ജീസസ് നെയിം. താങ്ക് യു ജീസസ്. നേരത്തെ ഒരു രോഗം വന്നു, പക്ഷേ അതിൻ്റെ അനന്തരഫലങ്ങൾ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചിലരെ കർത്താവ് അത്ഭുതകരമായി സൗഖ്യമാക്കുന്നു. നേരത്തെ രോഗം മാത്രമല്ല, കുറേ സമയങ്ങൾക്ക് മുൻപ് ഷോക്കേറ്റ്, വൈദ്യുത ആഘാതമേറ്റ് അതിൻ്റെ പ്രയാസങ്ങൾ ശരീരത്തിലുള്ള ചിലരെ കർത്താവ് സൗഖ്യമാക്കുന്നു. അതുപോലെ ചിലർ തീപ്പൊള്ളലേറ്റ് ഇപ്പോഴും അതിൻ്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ചിലരെ കർത്താവ് സൗഖ്യമാക്കുന്നു.
താങ്ക് യു ലോർഡ്. വിവിധ രീതിയിലുള്ള അലർജികൾ ഇപ്പോൾ സൗഖ്യമാകുന്നു. പ്രത്യേകിച്ച് ചില വീട്ടമ്മമാരെ ഞാൻ കാണുന്നത് ഡിറ്റർജൻറ്റ് പൗഡറുകൾ, സോപ്പ് തുടങ്ങിയതൊക്കെ ഭയങ്കരമായ അലർജി ആയിരിക്കുന്ന ചിലരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. ഫുഡ് അലർജി, ഡസ്റ്റ് അലർജി സൗഖ്യമാകട്ടെ. മെഡിസിനൽ അലർജി സൗഖ്യമാകട്ടെ. താങ്ക് യു ഫാദർ. നിങ്ങളുടെ രോഗം എന്താണെങ്കിലും പ്രശ്നം എന്താണെങ്കിലും ഇപ്പോൾ ഈ TV സ്ക്രീനിലേക്ക് കൈ നീട്ടിക്കൊണ്ട് ഉള്ളിൽ വിശ്വസിക്കുക. ഫാദർ, release your miracles right now. We believe in miracles because we believe in God. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി പറയും. താങ്ക് യു. ഹെയർ ലോസ്, ഭയങ്കരമായ മുടി പൊഴിഞ്ഞ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചിലരെ കർത്താവ് ഈ സമയത്ത് തൊട്ട് അനുഗ്രഹിക്കും. അതുപോലെ ഹോർമോണുകളുടെ തകരാറുകൾ കർത്താവ് സൗഖ്യമാക്കും. ഈ മണം, ഗന്ധം തിരിച്ചറിയാൻ കഴിയാത്ത ചിലരെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. രുചി, ടേസ്റ്റ് തിരിച്ചറിയാൻ കഴിയാത്ത ചിലരെ കർത്താവ് വിടുവിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്തതിനാൽ നന്ദി. കുഞ്ഞുങ്ങളില്ലാത്തവർ കർത്താവ് മക്കളെ നൽകി അനുഗ്രഹിക്കണമേ, യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ കണ്ടതിന് എല്ലാവരോടും പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു. ഇന്ന് പൂനെയിൽ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. നാളെ അന്ധേരിയിലും അതിനുശേഷം കല്യാണിലും നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരെയും ഈ മീറ്റിങ്ങുകളിലേക്ക്, ബ്ലെസ്സിങ് ഫെസ്റ്റിവലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബ്ലെസ്സിങ് ടുഡേയിലുള്ള പ്രസിദ്ധീകരണങ്ങൾ വേണ്ടവർ തീർച്ചയായും വിളിക്കണം. എൻ്റെ പ്രാർത്ഥനാ ഡയറി, ഇംഗ്ലീഷിൽ മൈ പ്രയർ ഡയറി, വിന്നേഴ്സ് ഫാക്ടറി, വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള, അതൊരു ആത്മീയ പുസ്തകമല്ല, അക്കാഡമിക് ബുക്കാണ്, ഒരു മോട്ടിവേഷണൽ ഗൈഡാണ് വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാൻ. വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, ജീവിതത്തിൽ ഉയരാൻ, നല്ലൊരു വിജയത്തിലെത്താൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു പുസ്തകമായിരിക്കും വിന്നേഴ്സ് ഫാക്ടറി. അതുകൂടാതെ ആശിഷമാരി എന്നുള്ളൊരു പുസ്തകമുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് സ്ക്രീൻ നമ്പറിൽ വിളിച്ചാൽ ലഭ്യമാക്കാം. ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ വരുമ്പോൾ നിങ്ങൾക്ക് കരസ്ഥമാക്കാം. എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ.